إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 61, 62 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്താണ് അല്ലാഹുവിന്റെ സഹായത്തിന് പിന്നിലുള്ള ദൃഷ്ടാന്തം എന്നാണ്. അല്ലാഹ് ആരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ അപ്രമാദിത്വം വെളിവാക്കുന്ന, അല്ലാഹുവിന്റെ പ്രതാപം ഇജ്ജത്ത് വെളിവാക്കുന്ന രൂപത്തിലുള്ള വചനങ്ങളാണ്. നോക്കൂ നിങ്ങൾ. ലാലിക അത് കാര്യമെന്താണ്? അല്ലാഹു ആണെന്ന്. യൂലുജുൽ ലൈല അവൻ കടത്തുന്ന രാത്രി, അവൻ കടത്തുന്നു. ഫിന്നഹാരി പകലിൽ കടത്തുന്നു. വയൂലുജുൻ നഹാറ പകലിനെ അവൻ കടത്തുന്നു. ഫില്ലൈലി രാത്രിയിലേക്ക് കടത്തുന്നു. നോക്കൂ നിങ്ങൾ. എന്താണല്ല പറയുന്നത്? രാത്രിയും പകലും മാറി മാറി വരുന്നത്. രാത്രി അവൻ പകലിൽ കടത്തുന്നു, പകലിനെ രാത്രിയിലേക്ക് കടത്തുന്നു. അങ്ങനെ പ്രവേശിപ്പിച്ചുകൊണ്ട് രാത്രിയും പകലും മാറി മാറി വരുന്നതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ കരങ്ങൾ മാത്രമാകുന്നു. ഒരിക്കലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ജിന്നിനോ മലക്കിനോ അതൊരിക്കലും സത്യമല്ല. അത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടത് മാത്രമാകുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ ആ അപാരമായ ദൃഷ്ടാന്തത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അല്ല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഉൻ ബസീർ, എല്ലാം അല്ലാഹു തആല കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. എല്ലാം കേൾക്കാനും കാണാനുമുള്ള കഴിവ് അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ചെറിയ തുച്ഛമായ ചെറിയ സഹായങ്ങൾ നൽകൽ വളരെ നിസ്സാരമായ കാര്യമാണ്, വളരെ എളുപ്പമുള്ളതാണെന്നാണ് അല്ലാഹു പറഞ്ഞതിന്റെ അകപ്പൊരുൾ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ഹഖ്, അവനാണ് യാഥാർത്ഥ്യം, അവനാണ് ഹഖ്, യാഥാർത്ഥ്യം അവൻ മാത്രമാകുന്നു. അവന് പുറമെ ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നവർ ഹുവൽ ബാത്തിൽ, അത് വ്യർത്ഥകമാണ്, അത് നിരർത്ഥകമാകുന്നു, അത് നിരർത്ഥകമാകുന്നു, അത് ഒരിക്കൽ അത് ബാത്തിലാകുന്നു, അത് യാഥാർത്ഥ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ അലിയുൽ കബീർ, അവൻ അത്യുന്നതനും മഹോന്നതനുമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മഹാനായ അത്യുന്നതനായ അല്ലാഹുവാണ്, അവനാണ് യാഥാർത്ഥ്യമുള്ളവൻ. അതല്ലാതെ അല്ലാഹുവിനോർമ്മെ അല്ലാഹുവിന്റെ സൃഷ്ടികളെ പലരും ആരാധിച്ചു വരുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു. അതൊക്കെയും ബാത്തിലാണ്, നിരർത്ഥകമാണ്, ഒരിക്കലും അതിനൊന്നും ഉത്തരം ലഭിക്കില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.